Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. ജോപ്പൻ അത്ര ചീപ്പല്ല. പഠിത്തത്തിൽ പോയാലും കൃഷിയിൽ പിടിക്കണം. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. ഓ, എന്താ അപ്പൊ അത്ര വിശേഷം? നോട്ട് ഓൺലി അവർ വിതയ്ക്കുന്നില്ല, ബട്ട് ഓൾസോ കൊയ്യുന്നുമില്ല. കൊയ്യുന്നുണ്ട്. ജോണിയുടെ പച്ചക്കറിത്തോട്ടത്തിലെ പയറ് മുഴുവൻ കൊയ്തത് നിങ്ങളാ. പിന്നെ ഞാൻ ജോണിയെപ്പോലെ അത്ര പാവമല്ല. ഐ ആം എ ഹിറ്റ്ലർ. എന്റെ തോട്ടത്തിൽ കയറിയ നിങ്ങളെ ഞാൻ. അങ്ങനെ പറയല്ല ജോപ്പ. 21-ാം നൂറ്റാണ്ടിൽ വംശനാശം സംഭവിക്കുന്ന കിളികളാ ഞങ്ങൾ. ഈ പയർ മാത്രമാണ് വംശം നിലനിർത്താനുള്ള ഏക മാർഗം, അല്ലേ? മോനെ, സെന്റി അടിക്കല്ലേ. ഇതൊന്നും ജോപ്പന്റെ അടുത്ത് ചെലവാവില്ല. ജോപ്പ, പയറ് ചെടി പോയി. നിന്റെ തല തെറിച്ച് ആടത് തിന്നു. എന്റെ ഈശോയെ, ഈ ആടുകൾക്കിടയിൽ നിന്ന് എന്തിന് മനുഷ്യനെ സൃഷ്ടിച്ചു? നോട്ട് ഓൺലി ആർട്സ് ബട്ട് ഓൾസോ തത്ത. ഈശോ, എല്ലാം പോയി. പോയിരുന്നു പഠിക്ക് ജോപ്പ. ലുക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നൂല് നൂൽക്കുന്നില്ല. എങ്കിലും ദൈവം അവറ്റകളെ തീറ്റിപ്പോറ്റുന്നു. നിന്നെ ഞാൻ വിടില്ല. ഇനി വിടണ്ട, ഞാൻ തിന്നു കഴിഞ്ഞല്ലോ. വെറുതെ അല്ല നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നിന്റെ വംശത്തെ കർത്താവ് ഇടതുവശത്ത് നിർത്തുന്നത്. എന്റെ വംശത്തെ പറയുന്നു, ഇത് ഞാൻ സഹിക്കില്ല. ഞങ്ങളെയല്ല, വൃത്തികെട്ട മനുഷ്യരെയാ ഇടതുവശത്ത് നിർത്തേണ്ടത്. ഞാൻ തമാശ പറഞ്ഞതാ. നീ എന്തിനാ തുള്ളുന്നത്? ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല, നമുക്ക് പിരിയാം. വംശീയ അധിക്ഷേപം ഞാൻ പൊറുക്കില്ല. വിശാലമായ ലോകം എന്നെ കാത്തിരിക്കുന്നു. എല്ലാത്തിനും നന്ദി. പയറിനും കഞ്ഞിവെള്ളത്തിനും നിങ്ങൾ മനുഷ്യരെ വലതുവശത്ത് നിന്നോളൂ. ബൈ ബൈ. എന്നെ ഇനി അന്വേഷിക്കണ്ട, ഞാൻ പോവാ. ഈ ആടും ഒരു വികാരജീവിയാണോ? സാരമില്ല ചോപ്പ, കുഞ്ഞാട് വരും. നീ എന്തിനാ അവളെ വഴക്കു പറഞ്ഞത്? അത് പോട്ടെ, കുഞ്ഞാട് പോകാൻ നേരം എന്താ പറഞ്ഞത്? ആടിന്റെ ലോകം വിശാലമാണ്, നിങ്ങൾ മനുഷ്യർ വലതുവശത്ത് നിന്നോന്ന്. ഓ, കോലാട് ഇടതുവശത്ത് നിൽക്കുമെന്ന് നീ പറഞ്ഞു. പയർച്ചെടി നിന്നപ്പോ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ. ജോപ്പ, തമാശയ്ക്ക് പോലും ആരും നശിക്കുമെന്ന് പറയരുത്. ജോണി പരീക്ഷയ്ക്ക് തോറ്റപ്പോ പോലും എനിക്ക് ഇത്ര സങ്കടം വന്നിട്ടില്ല. രാത്രിയല്ലേ, കിങ്ങിണിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ? ഒന്നും പറ്റില്ല ജോപ്പ. ഈ ലോകത്ത് ഏറ്റവും വേദനയുള്ള വികാരമാണ് സ്നേഹം. പേടിക്കണ്ട, കാട്ടിൽ നമ്മുടെ കൂട്ടുകാരില്ലേ, ഒക്കെ ശരിയാക്കാം. എന്തിനാ കൂട്ടരെ ജോപ്പൻ കരയുന്നത്? എന്റെ കിങ്ങിണി കുഞ്ഞാട് ഓടിപ്പോയി. കൂട്ടുകാരെ, നിങ്ങൾ പോയി പൊടിക്കളത്തിനോടും മിക്കുവിനോടും കാര്യം പറ. അത് ഞങ്ങൾ ഏറ്റു.
പേടിക്കണ്ട ജോപ്പ, എല്ലാം ശരിയാവും. അല്പം ചുണ്ടാമുണ്ടോ എടുക്കാൻ? ഓപ്പായി. ആല വിട്ടോടുന്ന ഓരോ ആടിന്റെ നെഞ്ചിലും ഒരു തീയുണ്ട് കുട്ടി. ആടിനെ കാത്തിരിക്കുന്ന ഓരോ ചെന്നായിയുടെ വയറ്റിലും ഒരു തീയുണ്ട്. അതുപോട്ടെ, ഞാനൊരു പഴഞ്ചൻ ചെന്നായല്ല, ന്യൂജന. കണ്ടോ ഫ്ലൂട്ട്? ചുമ്മാ ഓരിയിട്ടിട്ട് കാര്യമില്ല. ഇത് ഇരകളിൽ ഭയം സൃഷ്ടിക്കും. വശ്യമനോഹരം. അതാണ് നിന്റെ മന്ത്രം. അറിയാതെ ഇറങ്ങിപ്പോന്നതാ. ഒരു വാശിക്കൊന്നും ചെയ്യരുത്, അങ്ങോട്ടും പോരുത് കുട്ടി. നിങ്ങളെ ആശിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. അതുപോട്ടെ, കുഞ്ഞാടിന് വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടോ? അത് തന്നാൽ ഞാൻ എൻ്റെ വൂൾഫ് ബുക്ക് അക്കൗണ്ട് തരാം. പിന്നെ നമ്മൾ ചാറ്റി കുട്ടിയുടെ പേടി മാറ്റും. എന്നിട്ട് ഞാൻ നിന്നെ തിന്നും. സോ സിമ്പിൾ. കുട്ടി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു കുഞ്ഞാട് ഒരു ചെന്നായയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ചെന്നായയുടെ വംശത്തിന് മോശമാണ്. വംശീയ അധിക്ഷേപം നടത്തല്ലേ. നമ്മൾ സ്നേഹിക്കുന്നവർ നമുക്ക് നഷ്ടപ്പെടുമ്പോ വല്ലാത്ത നൊമ്പരമല്ലേ മിക്കു? ശരിയാ, പാവൻ ചോപ്പൻ. അവനൊരു ശുദ്ധനാ. അതെ, അവനും കുഞ്ഞാടും നല്ല കമ്പനിയായിരുന്നു. പാവം, ആ കുഞ്ഞാടിനൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. അങ്ങോട്ടിനി പുൽമേടുകളാ. അതാണ് എന്റെ പേടി. അവിടെയാണ് ആ വശ്യം ചെന്നായുള്ളത്. അവന്റെ പിടിയിൽപ്പെട്ടാൽ പെട്ടെന്ന് കൊല്ലില്ല. വശ്യൻ എന്ന പേര് സാധാരണ ചെന്നായ പോലെയല്ല. അതെ, പേടിപ്പിക്കില്ല. ഇരയെ വശീകരിച്ചിട്ട് പേടി അങ്ങോട്ട് മാറ്റും. എന്നിട്ട് പതിയെ പതിയെ അങ്ങനെ കൊല്ലും. അപകടം. ആടിന്റെ ഗന്ധം, ചെന്നായുടെ ഗന്ധം. ദൈവമേ, ചതിച്ചു. എന്തു ചെയ്യും? വേഗം പോകാം, പെട്ടെന്ന് നടക്ക്. കുട്ടി എന്തിനാണ് ബന്ധങ്ങൾ മുറിക്കുന്നത്? ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ആളുടെ അവസ്ഥ ഏകാഗി. ബന്ധുബലമില്ലാത്തവൻ, ഒറ്റ വാക്കിൽ ഇര. കുട്ടിക്ക് ഓടിപ്പോന്നതിൽ ദുഃഖമുണ്ടോ? സാരമില്ല, ഇനി കാര്യമില്ല. സമയമായി. പ്രഭാതമായാൽ പ്രകാശം വരും. പിന്നെ ശൗര്യം നഷ്ടപ്പെടും. അവസാനമായി എന്തെങ്കിലും ആഗ്രഹം? അത് ഞാൻ പറയാം. ആടിനെ വിട്, അതാണ് ആഗ്രഹം. എന്നിട്ട് നിന്റെ അവസാനത്തെ ആഗ്രഹം പറ. മിസ്റ്റർ പൊടിക്കളം, കാട്ടിൽ മൃഗങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണ വെച്ചിട്ടുണ്ട്. ഈ ധാരണ ഇടയ്ക്ക് നാം തെറ്റിക്കും. അന്നേരം നമ്മൾ ക്രൂരത മറക്കും. പനയുടെ പട്ട തിന്നരുതെന്ന് ഞാൻ പറഞ്ഞാൽ പൊടിക്കളം കേൾക്കുവോ? കേൾക്കും, തിന്നൂല. ഞാൻ വാഴ തിന്നും. ഈ ആടിനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതല്ല, എന്റെ അടുത്തേക്ക് വന്നതാ. ആടാടിക്കൊണ്ടിരിക്കും, നീ അത് നോക്കണ്ട. അതാണോ പേരിന്റെ അർത്ഥം? സ്നേഹിക്കുന്നവരുടെ വീടും വിട്ടു ഓടിപ്പോന്നതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ വംശത്തെ അപമാനിച്ചു. അതിന് നീ എന്തെങ്കിലും ഒരു ശിക്ഷ ഇവൾക്ക് കൊടുത്തോ? അത് ഞാൻ കൊടുക്കും. ഇവളെപ്പോലെ സ്നേഹിക്കാനും നോക്കുവാനും ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ എന്റെ സ്വഭാവം മാറ്റുമായിരുന്നു. ഇങ്ങോട്ട് മാറുന്നില്ലേ? ആടാണെങ്കിൽ അടങ്ങി ജീവിക്കണം. നീയൊക്കെ ഇങ്ങോട്ട് വന്ന് കേറിയിട്ട് ഞങ്ങൾക്ക് കുറ്റം. താങ്ക്സ് മിസ്റ്റർ വശ്യം ചെന്നായി. ഇവളെ വിട്ടത് വളരെ നന്നായി. ഓ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആനകൾക്ക് എന്തുവാവല്ലോ. ബൈ.
സാരമില്ല. കുഞ്ഞാട് നീ രാവിലെ മുറ്റത്തിറങ്ങുമ്പോ അവിടെ നിപ്പുണ്ടാവും. അതെ, നമ്മുടെ പൊടിക്കളും കൂട്ടരും തീർച്ചയായും അവളെ ഇവിടെ എത്തിക്കും. അതാണ് നമ്മുടെ കൂട്ടുകാരുടെ ബലം. കിങ്ങിണി, ഞാൻ കാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൊടിക്കളും കൂട്ടരും ഉണ്ടല്ലോ, വശ്യം ചെന്നായുടെ മുമ്പിൽ നിന്ന് വിറക്കിയ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് നിലത്ത് നിന്നും ചാടിയിട്ട് ഒരൊറ്റ തൊഴി. അപ്പൊ ചെന്നായി മലന്ന് കെട്ടി വീണു. പിന്നെ ആ സമയം തന്നെ ഞാൻ അവരെയും വിളിച്ചിങ്ങു പോന്നു. എന്നിട്ട് അവരെവിടെ? ഇവളുടെ നുണക്കഥ കേട്ടില്ലേ? പിന്നെ കല്ല് വെച്ച നുണ. കൂട്ടുകാരെ, ഭൂമിയിൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകാർ, ഗുരുക്കൾ എന്നിവരാണ്. നാം ഇവരുടെ സംരക്ഷണ ഭിത്തി വിട്ട് പുറത്തു പോയാൽ നാം ഏകാഗി. ഏകാഗി മീൻസ് ഇര. ആരുടെ? ആരുടെയൊക്കെയോ. ആ ആട് അലവലാതി. ആന അലവലാതി. കരടി. കള്ളനൊന്നും അർത്ഥമുണ്ട്. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഈ ഐഡിയയിൽ കോണ്ടാക്ട് ചെയ്യൂ. ഏത് ഐഡി? ira@wolfmail.com.